കട്ടപ്പന വലിയകണ്ടം മേഖലകളിലെ വീടുകളിൽ നിന്നും അനുവാദമില്ലാതെ പാഴ്വസ്തുക്കൾ ശേഖരിച്ച തമിഴ്നാട് സ്വദേശികളെ നാട്ടുകാർ പിടികൂടി. ആളില്ലാത്തതും പ്രായമായ ആളുകൾ താമസിക്കുന്നതുമായ വീടുകൾ കേന്ദ്രീകരിച്ചാണ് 4 അംഗ സംഘം പാഴ്വസ്തുക്കൾ ശേഖരിച്ചത്. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സാധന സാമഗ്രികളടക്കം ഇവർ കൊണ്ടുപോയതോടെ നാട്ടുകാർ ഇവരെ പിടികൂടുകയായിരുന്നു. കട്ടപ്പന വലിയകണ്ടം സുവർണഗിരി മേഖലകളിലാണ് പാഴ്വസ്തുക്കൾ ശേഖരിക്കാൻ എന്ന പേരിൽ എത്തിയ തമിഴ്നാട് സ്വദേശികൾ ആശങ്ക പരത്തിയത്. ആളുകൾ ഇല്ലാത്തതും പ്രായമുള്ളവർ താമസിക്കുന്നതുമായ വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇവർ വസ്തുക്കൾ ശേഖരിച്ചത്. വീട്ടുകാരുടെ അനുമതിയില്ലാതെ രഹസ്യമായി നിരവധി വസ്തുക്കളാണ് വീടുകളിൽ നിന്നും ഇവർ കൈക്കലാക്കിയത്. പതിവില്ലാതെ വീടിന്റെ പിൻഭാഗങ്ങളിൽ നിന്നും ശബ്ദം കേട്ടതോടെ നടത്തിയ പരിശോധനയിലാണ് 4 അംഗ സംഘം വസ്തുക്കൾ കൈവശപ്പെടുത്തിയതായി നാട്ടുകാർ തിരിച്ചറിഞ്ഞത്. ഞാൻ വീട്ടിലെ ആളില്ലായിരുന്നു. വീട്ടിലേക്ക് ചെന്നപ്പോഴത്തേക്ക് ഇവർ ഇതെല്ലാം പെറുക്കിക്കൊണ്ട് ഓടുമായിരുന്നു. സാധനങ്ങളെല്ലാം ഒത്തിരി സാധനങ്ങളെല്ലാം ഞങ്ങളെല്ലാ സാധനങ്ങളും ഒത്തിരി സാധനങ്ങൾ പോയിട്ടുണ്ട്. തമിഴ്നാട് കമ്പം സ്വദേശികളായ 4 പേരാണ് സംഘത്തിലുള്ളത്. നിരവധി വീടുകളിൽ നിന്നാണ് ഇവർ സാധനങ്ങൾ ശേഖരിച്ചത്. ഇവ ചാക്കുകെട്ടുകളിലാക്കി കൊണ്ടുപോകുന്നതിനിടെയാണ് നാട്ടുകാർ പിടികൂടിയത്. തുടർന്ന് കട്ടപ്പന പോലീസിൽ വിവരം അറിയിച്ചു. ഇത്തരത്തിൽ അന്യസംസ്ഥാനത്തു നിന്നും പാഴ്വസ്തുക്കൾ ശേഖരിക്കാൻ എന്ന പേരിൽ വീടുകൾ തോറും എത്തുന്നവർ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഇത്തരക്കാർക്കെതിരെ താക്കീത് നൽകി പറഞ്ഞേക്കുന്നതല്ലാതെ ശക്തമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നും ആളുകൾ പറയുന്നു. ഈ പാത്രം പോയതോ അതായിട്ടല്ല അധികാരികൾ ശ്രദ്ധിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള കേസും കൂടെ ഇതുപോലെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. ഇതിനു മുമ്പും ഈ കുറുവ സംഘം അങ്ങനെ അതിനെപ്പറ്റിയുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഇതൊന്ന് കെട്ടടങ്ങുന്നതിന് മുമ്പാണ് ഇപ്പോൾ ഈ പുതിയ സംഭവം വന്നേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന് പോലീസുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും ഇവരെ ഒരു ചുമ്മാ താക്കീത് കൊടുത്ത് ആണ് ഇപ്പോൾ സംഭവം വിട്ടേക്കുന്നത്. പക്ഷെ അതല്ലാതെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിന് എന്തെങ്കിലും ആക്ഷനോ ഇതിനെന്തെങ്കിലും ഒരു റൂളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു മാതാപിതാക്കളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു താമസിക്കുന്നവരെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠകൾ മാറും. പോലീസിന്റെയും നഗരസഭയുടെയും ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടാകുകയും നിരീക്ഷണം ഏർപ്പെടുത്തുകയും വേണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നതും. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.